കേരളത്തെ ഉത്കണ്ഠയിലാഴ്ത്തുന്ന ലഹരി ഭീഷണിക്കെതിരായുള്ള പോലീസിന്റെ ശക്തമായ ജനകീയ പ്രതിരോധ നീക്കമായ തുഫാൻ ദി നർക്കോ ഹണ്ട് പദ്ധതിക്ക് താമരശ്ശേരി രൂപതയുടെ പൂർണ്ണ പിന്തുണ. പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ വിശദീകരിക്കുവാനും അനുഗ്രഹവും പിന്തുണയും തേടുവാനുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ഓപ്പറേഷൻ തൂഫാൻ നോഡൽ ഓഫീസറും ഉത്തരമേഖല ഐജിയുമായ പുട്ട വിമലാദിത്യയും താമരശ്ശേരി രൂപത ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിൽ പിതാവുമായി കൂടിക്കാഴ്ച നടത്തി. ലഹരി വിപത്തിനെതിരായുള്ള ഈ മാതൃകാപരമായ മുന്നേറ്റത്തെ അത്യധികം താൽപ്പര്യത്തോടെ സ്വാഗതം ചെയ്ത പിതാവിനെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ഐജി പുട്ട വിമലാദിത്യയും ചേർന്ന് തൂഫാൻ വാരിയർ ബാഡ്ജ് അണിയിച്ചു. നാടിന്റെ നന്മയ്ക്കായുള്ള ഈ വലിയ പോരാട്ടത്തിൽ രൂപതയിലെ മുഴുവൻ വിശ്വാസികളും പങ്കാളികളാകണമെന്നും പോലീസുമായും പൂർണ്ണമായി സഹകരിക്കണമെന്നും ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിൽ പിതാവ് ആഹ്വാനം ചെയ്തു. തൂഫാൻ നമുക്കൊരു വലിയൊരു അവസരമാണെന്നും ഈ ഒരു സന്ദേശം എല്ലാവരിലേക്കും നമുക്ക് എത്തിക്കണമെന്നും അതിനുള്ള പ്രോജക്റ്റുകൾ തയ്യാറാക്കണമെന്നും ഞാൻ ആവശ്യപ്പെട്ടിരുന്നു. അവരത് ഏറ്റെടുക്കുകയും ചെയ്തു. അപ്രതീക്ഷിതമായിട്ടാണ് അങ്ങയുടെ സാന്നിധ്യവും ഈ വലിയൊരു സന്ദേശവും. തീർച്ചയായിട്ടും താമരശ്ശേരി രൂപതയും പ്രദേശത്തുള്ള എല്ലാവരും അങ്ങയോടൊപ്പം ഉണ്ടാകും. ലഹരി എന്ന വലിയ വിപത്തിനെ ഇല്ലാതാക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടെ മക്കളെയും യുവാക്കളെയും ലഹരിയുടെ കെണിയിൽപ്പെടാതെ കൂട്ടം തെറ്റാതെ കാക്കാൻ നാം എല്ലാവരും ഒന്നിച്ചു നിൽക്കണം. നാടിനെ നശിപ്പിക്കുന്ന ഈ വിപത്തിനെതിരെ ഒറ്റക്കെട്ടായി പോരാട്ടമാണ് ആവശ്യമെന്ന് താമരശ്ശേരി രൂപതാ ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിൽ പിതാവ് വ്യക്തമാക്കി. ലഹരി വിരുദ്ധ ബോധവൽക്കരണ പ്രവർത്തനങ്ങളിലും പ്രതിരോധ ക്യാമ്പയിനുകളിലും സജീവമായി പങ്കാളികളാകാൻ രൂപതയ്ക്ക് കീഴിലുള്ള മുഴുവൻ പള്ളികൾക്കും സ്ഥാപനങ്ങൾക്കും അദ്ദേഹം ഇതിനോടകം തന്നെ ഔദ്യോഗിക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലഹരി മാഫിയയുടെ വേരറുക്കാൻ ജനകീയ പങ്കാളിത്തത്തോടെ നടത്തുന്ന ഈ ദൗത്യത്തിന് താമരശ്ശേരി രൂപത പ്രഖ്യാപിച്ച പിന്തുണ വലിയ ഊർജ്ജമാണ് നൽകുന്നതെന്ന് അധികൃതർ വ്യക്തമാക്കി. സമൂഹത്തിലെ ഉന്നത വ്യക്തിത്വങ്ങളും സഭാ നേതൃത്വങ്ങളും ഇത്തരം പോരാട്ടങ്ങൾക്ക് മുന്നിട്ടിറങ്ങുന്നത് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ജനശ്രദ്ധയും കരുത്തും പകരുമെന്ന് ഐജി പുട്ട വിമലാദിത്യ അറിയിച്ചു. രൂപതയുടെയും പിതാവിന്റെയും ഭാഗത്തു നിന്നുണ്ടായ ഈ വലിയ സഹകരണത്തിന് ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും രേഖപ്പെടുത്തിയാണ് മന്ത്രിയും സംഘവും മടങ്ങിയത്.